എത്ര മനോഹരം, കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലെ. ആര്? അയലത്തെ ആ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെ പോലെ അവൾ വരുന്നു, നീ കണ്ടോ? അതേളിയാ, ഞാൻ കണ്ടു. ഓ, പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ? പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ. എങ്ങനെ? എഴുടാ എഴുടാ കഴിവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? അളിയ, നീ എടാ, ഇതേ വാക്കുകൾ നീ എന്നോട് 1979-ൽ ആ കോളേജിൽ ലതാ എസ് നായരെ പ്രേമിച്ച് നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആത്മാർത്ഥ പ്രേമത്തിൽ വിശ്വസിച്ച ഞാൻ അന്ന് നീ തന്ന എഴുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിനക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു ഞാനാണ് ആ എഴുത്ത് എഴുതിയെന്ന് പറഞ്ഞ് നീ കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയപ്പോൾ മുങ്ങിയ നീ പിന്നീട് 1989-ൽ ബാംഗ്ലൂരാണ് പൊങ്ങുന്നത്. അതൊക്കെ പണ്ട്. എടാ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയടാ. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അളിയ, ഞാൻ പറയുന്നത്. നീ ഒരു പുല്ലും പറയണ്ട. കള്ളനെ പിടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇനി മേലാലി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പെണ്ണ പ്രേമെന്നങ്ങനെ മിണ്ടിപ്പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും, ഞാനും ചാവും. ലോനപ്പൻ കളിയിക്കാനാണ് സത്യം. അതാര്? നിനക്കറിയില്ലല്ലേ? മൈ ഫാദർ. ഇന്നലെ താൻ 10,000 രൂപ മോട്ടിക്കാൻ നടക്കുന്ന കള്ളനാണെന്ന് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും. ഇയാളിത് എവിടുന്ന് വരുന്നു? ഏതെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് നടക്കൂ ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന്? പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും. അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത്? ഞാൻ കള്ളനാവോ അല്ലാതിരിക്കോ ചെയ്യും. എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണ്ടത്? അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ? എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ മാന്യമായ എന്തും. മോഷണം മാന്യമായ പണിയാണോ? എടോ, അവിടെ നിൽക്കണോ? ഒരു കാര്യം പറയട്ടോ. ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. രൂപ ഞാൻ തരാം. തരുമോ? 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന്? ചുമ്മാ തലക്ക് അല്പം വട്ടമുള്ളതുകൊണ്ട്. അത് ശരി. അപ്പൊ അറിയാല്ലേ? ഞാൻ വിചാരിച്ചു. എടോ, പണിയുണ്ടെന്ന്. എന്ത് പണി? തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം. നാടകത്തില്? അല്ല, ജീവിതത്തില്. സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദിവസം 1000 രൂപ വെച്ച് തരും. 15 ദിവസം. എടോ, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും? ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം തായനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ? തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം. എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. എന്താ? ഇങ്ങോട്ട് പറയുന്ന ഇങ്ങോട്ട് പറയിക്കാൻ. നേരെ നിൽക്കേ. തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഈശ്വര, ഇങ്ങനെ ഒരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തം വായി നോക്കി നിന്റെ അച്ഛൻ. ദേ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ, ഗുഡ് ഫോർ നത്തിങ് മങ്കി. എന്താ? വന്നു.
എന്താ എന്താ പ്രശ്നം? അല്ല, ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ? അതേടാ, ഞാൻ അതൊക്കെയാ. അല്ലെ പിന്നെ ചെറ്റ ഏർപ്പാട് ഞാൻ ചെയ്യൂലായിരുന്നല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം. തരാം. 1,00,000 രൂപ റെഡി കാശ് കൈ തരാം. തമാശ പറയണ്ട. തമാശല്ല, സത്യം. സത്യം. വെറുതെ മോഹിപ്പിക്കരുത്. ഇല്ല. എന്നാ പറ. ആ കൈ കൊടുത്തിട്ട് ഓ, ഞെക്കിക്കൊള്ളേ. ഇപ്പഴാ? നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെയാ. നിന്റെ സുഖത്തിന് വേണ്ടി അല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ആ, ആ മനസ്സിലായി. മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. ആ, അതെ. അദ്ദേഹത്തിന് കണ്ണിൽ കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. ഇത്ര ഇങ്ങനെ ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോണ്ടായി? എന്തോ ഉണ്ടായിരുന്നോ? ആ. നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. അങ്കിൾ, ആ വീപ്പക്കുറ്റി തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കരളെ, ഓമനെ, എന്റെ തങ്കക്കുടമേ, ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്റെ മോളെ. നിന്നെ പോലൊരു ഭാര്യ എന്റെ സ്വപ്നമായിരുന്നു. എന്റെ ഡാഡിക്ക് പോലും ഏട്ടനെ എന്ത് ഇഷ്ടമാണെന്നോ? കഴിവറുണ്ട മോളെ, ഇത്രയും നല്ലവനായ ഒരു ഡാഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ്. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഇപ്പൊ വേണ്ട. അയ്യ. നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ ഞാൻ എന്ത് പൂർവജന്മ സുഹൃതമാണ് ചെയ്തത്. എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ. വളരെ രാത്രിയായി, നമുക്ക് ഉറങ്ങാം. എനിക്ക് വിശപ്പില്ല, ആദ്യ കേറിട്ടാ. പിന്നെ കേട്ടാ, ഇനി അമ്മ കഴിച്ചിട്ടാ ഞാൻ കഴിക്കും. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാൾ കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ? അമ്മ കഴിക്കാം. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കഷ്ടമാണ്. എന്തു വേണം? ഞാൻ ഒന്ന് കാണുന്ന. ആ, കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നേരെ കാണാൻ വരെ. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം കൃത്യമായിട്ട് എന്നോളാം. കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്നെടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമല്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസം അവധിയും പറഞ്ഞ് കൊണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാൻ നോക്കാം. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ള വർഗങ്ങള്. എടോ, ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പേ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കയറ്റല്ലോ. കേറ്റൂടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് ശയിക്കണോ? അന്ന് എന്റെ മരണോ? എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ അതെ, പോക്കർ. ഞാനും ചെയ്യില്ല. എന്നെ കോടതി കയറ്റണ്ടേ? അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് എന്താ നഷ്ടം? എനിക്കൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം. 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 അത്രയൊന്നുമല്ല. ഞാൻ 3ഉം കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. വാട്ട് വിൽ യു ഡു? കേക്കണോ? ആ, കേക്കണം. കേക്കണോ? വേണം, വേണം. ആ, എന്നാ കേട്ടോ. എടീ ഗാഥേ, I love you. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ I love Radha. I love Radha. I love Radha. I love Radha. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേക്കണം. കേൾക്കണോ? ആ. ഓഹോ. കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി നിന്റെ ചെറിയ വീരിൽ മലരിനാളികൾ മറുപടി വരും. എങ്ങനെ 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 എങ്ങനെ
കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ പരിമീ കവിതയുമായി എന്റെ ഗാനം. പാല് കുറവാ, 3 കുപ്പി തികയില്ലാന്ന് പ്രഭാരനായരോട് പറ. അതെന്ത് പറ്റി? കറന്നെടുത്താൽ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ നായർ കുപ്പിയോടെ മുഖത്ത് ചെയ്യാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാരനായ ചായക്കടയിൽ നീ നാട്ടുകാർ കുടിക്കണതേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ? നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പോ വല്ല മീനും കാണുമോ? നീ മീനൊന്നും കേറിയിട്ടില്ല. ആ അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കേറിയാൽ എന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലോടൂ, ഇതങ്ങോട്ട് പോയി വെള്ളം. അല്ലെങ്കിൽ ഇനിയിപ്പൊ എന്തെന്ന് വലിക്കേ? വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ, ഉറങ്ങരുത്. ഒരു 12 മണിക്ക് എത്തുമോ? നോക്കട്ടെ. ഈ 3 എത്തിയോ? എവിടെ? വടകരേ. വടകരയെത്തും. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ ഞാൻ വഴി നടക്കുമ്പോ അടിപിടി നടക്കുന്നു. വടകര വഴിയിലോടുമ്പോ സാറേ, സാറേ തീപ്പെട്ടി ഉണ്ടോ? തന്തയൊന്നുമില്ല. സ്വപ്നം കണ്ടാ? തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല, ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ പടം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി നടന്നു പോയിക്കോളാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ച് വണ്ടി അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പ മുത്തുണ്ടേ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പ മുത്തുണ്ടേ. മാണിക്യക്കല്ലുണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്ത് ചെറിയ രക്തം പേർക്കാൻ അപ്സരകന്യകളെ പോരൂ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പ മുത്തുണ്ടേ. മാണിക്യക്കല്ലുണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. നിരികരി നിരികരി നിരിതപ മമപ ജഗരിരിതനി നിദരിദരിഗ സരിഗമപദ നിദരിഗരി ധനിദപ മഗരി